കേസ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കേസ് ഉടൻ പരിഗണിക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ കേസ് പരിഗണിക്കുക. ലിസ്റ്റിലുള്ള മറ്റു കേസുകളായിരിക്കും അതിൻ്റെ ഓർഡർ പ്രകാരം ആ ലിസ്റ്റ് അനുസരിച്ച് പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് പരിഗണിക്കുക, കുറ്റക്കാർക്ക് ശിക്ഷ വിധിക്കുക. അതിലേക്ക് ശിക്ഷ വിധിക്കുന്നത് വാദത്തിലേക്ക് തന്നെ കടക്കുക. ഇതിനുശേഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ കോടതി പരിസരത്തു നിന്നും വിപിൻ സി വിജയൻ ചേരുകയാണ്. വിപിൻ സി വിജയൻ, ഉടൻ തന്നെ ഈ കേസ് പരിഗണിക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. എപ്പോഴത്തേക്കായിരിക്കും ഈ നിലവിലെ ലിസ്റ്റ് അത് സംബന്ധിച്ച കേസുകളൊക്കെ അതേതായാലും കോടതിയിലെ വാദപ്രതിവാദങ്ങൾ അനുസരിച്ചൊക്കെ നീളുന്നതിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹ്രസ്വമാകുന്നതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു സാധ്യത എപ്പോഴത്തേക്കായിരിക്കും എന്നത് പറയാൻ കഴിയുമോ? ദിലീപ്കുമാർ, നിലവിൽ ലിസ്റ്റിലുള്ള കേസുകൾ പരിഗണിച്ചതിന് ശേഷം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ശിക്ഷാവിധിയിലെ വാദം കേൾക്കാമെന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറോളം മറ്റ് കേസുകളുടെ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ 12 മണിയോടുകൂടിയായിരിക്കും ഇപ്പോഴുള്ള നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ശിക്ഷാവിധിയിലെ വാദം നടക്കുക. അപ്പോൾ അത് വൈകും എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. 6 പ്രതികളെയും 10:50 തന്നെ കോടതിയുടെ വളപ്പിലെത്തിച്ചിരുന്നു, കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 11 മണിക്ക് ജഡ്ജി എത്തിയതിനു ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ലിസ്റ്റിലുള്ള കേസുകൾ ആദ്യം പരിഗണിക്കാമെന്നുള്ളത് ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മൂവ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പാസ്പോർട്ട് ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് നിലവിൽ പാസ്പോർട്ട് ഉള്ളത്. അന്ന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ പാസ്പോർട്ട് വാങ്ങി വെച്ചിരുന്നത്. അങ്ങനെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുകയായിരുന്നു. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ കേസിലെ 8ാമത്തെ പ്രതിയായിരുന്നു. കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷം കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് ദിലീപ് ചെയ്യുന്ന ആദ്യത്തെ ഒരു നടപടി എന്ന് തന്നെ പറയാം. അത് പാസ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എന്നുള്ളതാണ്. അന്ന് സറണ്ടർ ചെയ്ത പാസ്പോർട്ട് തനിക്ക് തിരിച്ചു വേണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഇതിനോടകം തന്നെ അപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുകയാണ്. ദിലീപ് കുമാർ, മറ്റൊരു കാര്യമുള്ളത്, വളരെ വൈകാരികമായിട്ടായിരുന്നു ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള TB മിനി ഇപ്പോൾ സംസാരിച്ചത്. ഇനി അങ്ങോട്ട് കേസ് എങ്ങനെയായിരിക്കും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കൂടി അതിൽ വ്യക്തമാണ്. അതായത് ഈ ഹാഷ് വാല്യൂ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിലെന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരാനുണ്ട് എന്നുള്ളത് TB മിനി പറഞ്ഞു വെക്കുന്നു. അവർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ഈ നേരിടുന്ന ഒരു പ്രതിസന്ധി, പുറത്തിറങ്ങാനുള്ള ഭയം, ഇതൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ഈ കേസിൽ തന്റെ വക്കാലത്ത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കും, അതിനുശേഷം താൻ തുറന്നു പറയും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ TB മിനി പറഞ്ഞിരിക്കുന്നത്. അവർക്കറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്, അവർ നേരിട്ട ഭീഷണിയുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നിയമത്തിന്റെ പല രീതിയിലുള്ള കുരുക്കുകളുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് മാറുകയും താൻ തുറന്നു പറയും എന്നുള്ളതും TB മിനി പറയുന്നുണ്ട്. ഈ മെമ്മറി കാർഡിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ളത് കൂടിയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഉടൻ പ്രഖ്യാപിച്ചേക്കും. പക്ഷേ നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേസ് പരിഗണിച്ചതിന് ശേഷമായിരിക്കും ആ കേസിലേക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കടക്കുക എന്നാണ് അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.